ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവമാതാവിന്റെ വാങ്ങിപ്പ് അഥവാ ഷൂനോയോ നോയമ്പിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ഷൂനോയോ എന്നാൽ സുറിയാനി ഭാഷയിൽ വാങ്ങൽ അഥവാ വേർപാട് എന്നാണ് അർത്ഥം. ദൈവമാതാവിന്റെ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള സ്വർഗാരോഹണത്തെയാണ് നമ്മൾ ഈ ദിനത്തിൽ ധ്യാനിക്കുന്നത്. നോമ്പ് എന്നാൽ കേവലം ഭക്ഷണവും ഉപവാസവും മാത്രമല്ല, അത് മനസ്സിന്റെയും ആത്മാവിന്റെയും വിശുദ്ധീകരണമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മയെ ചേർത്തുകൊള്ളുമ്പോൾ നാം അമ്മയുടെ എന്തൊക്കെ ഗുണങ്ങളാണ് മാതൃകയാക്കേണ്ടതെന്ന് നോക്കാം. ദൈവമാതാവിന്റെ ഒന്നാമത്തെ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് ദൈവഹിതത്തോട് പൂർണ്ണ അനുസരണമുള്ള ഒരു വ്യക്തിയായിരുന്നു. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ഗബ്രിയേൽ ദൂതൻ ദൈവപുത്രനെ പ്രസവിക്കുമെന്ന് അറിയിച്ചപ്പോൾ മറിയം അവൾ ഭയപ്പെട്ടില്ല. അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഭവിക്കട്ടെ. ഈ ഒരു വാക്കിലൂടെ മറിയം തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും നാം പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ മറിയം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമാതാവിന്റെ രണ്ടാമത്തെ ഒരു ഗുണമാണ് എളിമ. ദൈവപുത്രന്റെ അമ്മയായിട്ടും ഒരിക്കലും സ്വയം ഉയർത്തി പറഞ്ഞിട്ടില്ല, അഹങ്കരിച്ചിട്ടില്ല. അവൾ എപ്പോഴും വിനയത്തോടെയാണ് ജീവിച്ചത്. മൂന്നാമത്തെ അമ്മയുടെ ഗുണം എന്ന് പറയുന്നത് സേവന മനോഭാവമാണ്. ദൈവദൂതന്റെ സന്ദേശം ലഭിച്ച ഉടൻ മറിയം സ്വന്തം കാര്യം ചിന്തിക്കാതെ തന്റെ ചാർച്ചക്കാരിയായ വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിസബത്തിനെ ചെന്ന് കാണുന്നു. ആ നാളുകളിൽ പരിശുദ്ധ കന്യകാ മറിയം വളരെ ബന്ധപ്പെട്ട് മലനാട്ടിലൂടെ തന്റെ ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിലെ അസ്വസ്ഥതകൾ ഒന്നും കണക്കാക്കാതെ എലിസബത്തിനെ വന്ദിക്കുന്ന ഒരു രംഗം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ സാധിക്കും. ഇവിടെ പരിശുദ്ധ മറിയം തന്റെ ബന്ധുക്കളോടുള്ള ആദരവ് എപ്രകാരം ആയിരിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നാലാമതായി നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കേണ്ടത് വിശ്വാസവും ക്ഷമയുമാണ്. യേശുവിന്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള കാലത്ത് എല്ലാ വേദനകളും മറിയം വിശ്വാസത്തോടെ സഹിച്ചു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതം തികച്ചും വേദന നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. പ്രസവിക്കാൻ കാലമായപ്പോൾ ഒരിടം തേടി കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിക്കുന്ന ഒരു അമ്മ. പിന്നീട് നാം കാണുന്നത് യേശു ജനിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോൾ മോശയുടെ ന്യായപ്രമാണ പ്രകാരം യൗസേപ്പും പരിശുദ്ധ കന്യകാ മറിയാമും ശിശുവായ യേശുവിനെ യെരുശലേം ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കുവാനും ശുദ്ധീകരണ ബലി അർപ്പിക്കുവാനും കൊണ്ടുപോയപ്പോൾ നീതിമാനും വൃദ്ധനുമായ ശിമോനെ കാണുകയും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പറയുകയുണ്ടായി. പിന്നെ നമുക്ക് മറിയത്തെ കാണാൻ സാധിക്കുന്നത് യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിന് പങ്കെടുക്കുകയും ഉണ്ണി യേശുവിനെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു രംഗമാണ്. ഇവിടെ ഒരു അമ്മയുടെ ആവലാതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ സാധിക്കുന്നത് കാനാവിലെ കല്യാണത്തിലാണ്. ആ കുടുംബത്തിന്റെ കുറവ് മനസ്സിലാക്കി ഉത്തരവാദിത്വമുള്ള ഒരു ആതിഥേയയാകാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്നത് കുരിശിന്റെ ചുവട്ടിൽ വേദനകളെല്ലാം ഉള്ളിൽ അമർത്തിയ പരിശുദ്ധ അമ്മയാണ്. ഇത്രയൊക്കെ വേദനകൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും പരിശുദ്ധ അമ്മ ദൈവത്തോട് ഒരു പരാതിയും പരിഭവവും പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മറിയത്തെ പോലെ ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയുള്ളവരായി ജീവിക്കുന്നവരായിരിക്കണം. പരിശുദ്ധ സഭ ദൈവമാതാവിനെ രണ്ടാമത്തെ സ്വർഗമെന്നും കത്തിയെരിയാത്ത മുൾപ്പിളർപ്പായും വിശേഷിപ്പിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കത്തിയെരിയാത്ത ഒരു മുൾപ്പിളർപ്പ് കാണുന്നു. മുൾപ്പടർപ്പിലെ തീ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. മുൾപ്പടർപ്പ് ദഹിക്കാതെ നിന്നതുപോലെ മറിയം ദൈവപുത്രനെ ഗർഭം ധരിച്ചിട്ടും ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാന ഗാനങ്ങളിൽ ആലപിക്കുന്നത് ഇപ്രകാരമാണ്: മുൾമരമെരിയാതിരുതി തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനാമറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു അതിനാൽ ഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. മോശ ദഹിക്കാതെ കത്തിയ മുൾപ്പറപ്പ് കണ്ടതുപോലെ മറിയത്തിൽ ദൈവം വസിച്ചുവെങ്കിലും അവൾ ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെട്ടു എന്നാണ് നാം അർത്ഥമാക്കേണ്ടത്.
സഭാപിതാക്കന്മാരായ ഗ്രിഗറി ഓഫ് നിസ, എഫ്രൈം സുറിയാനി എന്നിവരുടെ രചനകളിൽ മുൾപ്പടർപ്പ് ദൈവത്തിന്റെ പ്രതിരൂപമായി വിശദീകരിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മളും ഈ പരിശുദ്ധ നൊയമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ചു പരിശുദ്ധ കന്യക മറിയം അമ്മയെപ്പോലെ അനുസരണത്തിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.